നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ വരൂ. ഒന്നുകിൽ കോമഡി അല്ലെങ്കിൽ ട്രാജഡി. സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ ഇതാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് മൈക്ക് എന്നത് ഒരു ആജന്മ ശത്രുവാണെന്നാണ് തോന്നുന്നത്. ഇടക്കാലത്തായി ഒരു തവണയല്ല ഒരുപാട് തവണയാണ് മുഖ്യമന്ത്രിയെ മൈക്ക് ചതിക്കുന്നത്. ഏറ്റവും അവസാനമായി കോട്ടയത്തും അതുണ്ടായിരിക്കുന്നു. ഇത്തവണ മൈക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇതിലെന്തോ ചതിയില്ലേ എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചാൽ ആർക്കും തെറ്റു പറയാനൊക്കില്ല. കേരളത്തിന്റെ മാൻട്രിക് എന്ന ദുഷ്ടപ്പേര് നിയമസഭയിൽ പ്രതിപക്ഷം നേരത്തെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് സകലമാന പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായതെന്നാണ് ആക്ഷേപം. പ്രളയം, ഓഖി, നിപ്പ, കൊറോണ അങ്ങനെ പോകുമല്ലേ ദുരന്തങ്ങൾ. ഇതിനിടയിലാണ് മൈക്കും മൈതാനങ്ങളും മുഖ്യനിട്ട് പണിയുന്നത്. മൈക്ക് ഒടിഞ്ഞു വീണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് വാർത്ത. ഇപ്പോഴത്തെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപിൽ മൈക്ക് പിണങ്ങിയിരിക്കുകയാണ്. അടൂരിലെ വാർത്താ സമ്മേളനത്തിലാണ് മൈക്ക് ഇന്ന് പ്രശ്നമുണ്ടാക്കിയത്. വാർത്താ സമ്മേളനം തുടങ്ങി 8-ാം മിനിറ്റിൽ തന്നെ മൈക്ക് പിണങ്ങിയതോടെ നന്നാക്കാൻ ജീവനക്കാർ ശ്രമിച്ചു. ശരിയാവില്ലെന്ന് കണ്ടതോടെ മൈക്ക് ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി പിന്നീട് സംസാരിച്ചത്. വാർത്താ സമ്മേളനത്തിന് തുടക്കം മുതൽ മൈക്കിന് പ്രശ്നമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മൈക്കിൽ നിന്ന് ഇടയ്ക്കിടെ അപശബ്ദമുണ്ടായി. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പ്രസംഗിക്കുന്നതിനിടെയും മുഖ്യമന്ത്രിയുടെ മൈക്ക് ഒടിഞ്ഞു വീണിരുന്നു. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ നടക്കുന്നതിനിടയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രസംഗം 5 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് മൈക്കിൽ നിന്ന് ഹൗളിംഗ് ഉണ്ടായത്. ഇതോടെ മൈക്ക് മുഖത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി പിടിച്ചിരുന്ന കടലാസ് കൈവിട്ടുപോയി. മൈക്കിൽ പിടിച്ചുകൊണ്ട് കടലാസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ പ്രസംഗ പീഠത്തിൽ മൈക്ക് ഉറപ്പിച്ചിരുന്ന ഇരുമ്പ് ദണ്ട് ഒടിഞ്ഞ് മൈക്ക് മറിഞ്ഞു വീണു. തുടർന്നൊന്നും സംസാരിക്കാതെ മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. പിണറായി വിജയന് മൈക്ക് വിവാദങ്ങളും എന്നൊരു പുസ്തകം ആരുടെയെങ്കിലും മനസ്സിൽ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. മൈക്ക് ഒടിഞ്ഞു വീണിട്ട് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്നതാണ് കൗതുകം. ഏത് വേദിയായാലും ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ശുദ്ധാത്മാവാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ പോലെ മറ്റൊരാൾ കൂടിയുണ്ട്, MM മണിസഖാവ്. മണിസഖാവിന് പക്ഷെ ഒരു നിർബന്ധവുമില്ല. മൈക്കിലും പറയും, അല്ലാതെയും പറയുമെന്ന് മാത്രം. മൈക്ക് ഒടിഞ്ഞു വീണപ്പോൾ മുഖ്യമന്ത്രിക്കുണ്ടായ മാനസികാവസ്ഥയും ആ മൈക്ക് ഓപ്പറേറ്ററെയുമാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഹാർട്ട് അറ്റാക്ക് വരാതെ പിടിച്ചു നിന്ന മൈക്ക് ഓപ്പറേറ്റർക്ക് അഭിവാദ്യങ്ങൾ. ഇങ്ങനൊരു അവസ്ഥയിൽ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരം സ്വാഭാവിക പ്രതിഭാസത്തെ തരണം ചെയ്ത് ഒടിഞ്ഞു വീണ മൈക്ക് ശരിയാക്കിയത് വിവരിക്കാനാവാത്ത ധൈര്യം തന്നെ. മൈക്ക് തകരാറിലായാൽ, പ്രസംഗിക്കുമ്പോൾ കരണ്ട് പോയാൽ, മൈക്ക് സ്റ്റാൻഡ് ചാഞ്ഞു വീണാൽ അതിനെല്ലാം കുറ്റം ചാർത്തുന്നത് മൈക്ക് ഓപ്പറേറ്ററെയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും ഒട്ടും പിന്നിലല്ല. അത്യാധുനിക സംവിധാനങ്ങൾ വന്നിട്ടും മൈക്കിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞതാണ് MV ഗോവിന്ദൻ മാസ്റ്റർക്ക് പിടിക്കാതെ പോയത്. മൈക്കിൽ സംസാരിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു എന്നാണ് മാസ്റ്ററുടെ മറുചോദ്യം. ഗോവിന്ദൻ മാസ്റ്റർ ഒരു മാസ്റ്റർ ആണെന്ന കാര്യം അറിയാതെയാണ് മൈക്ക് ഓപ്പറേറ്റർ പഠിപ്പിക്കാൻ ചെന്നത്. ആർക്കെങ്കിലും അത് പിടിക്കുമോ? അതുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മൈക്ക് ഓപ്പറേറ്റർമാർ ഒന്ന് സൂക്ഷിക്കുക. അടുത്ത മുഖ്യന്റെ പരിപാടി എവിടെയാണെന്ന് നോക്കിയും കണ്ടുമൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക.